ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും ചോദിച്ച നെയ്യയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിതെല്ലാം പേക്ക് ആക്കിയിട്ട് വെക്കുന്നതാണ്. എല്ലാം 1/4 കിലോ 1/4 കിലോ 250 ഗ്രാമിൻ്റെ പേക്ക് ആക്കിയിട്ടാണ് എല്ലാം വെക്കുന്നുള്ളത്. കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിന്. ഓർഡേഴ്സ് ഉള്ള സമയത്തല്ലേ നമുക്കിത് വീഡിയോ എടുക്കാനും വിടാനും പറ്റൂ. അപ്പോൾ അങ്ങനെ എല്ലാം ഞാൻ എടുത്തിട്ട് വെച്ചാണിത്. അപ്പോൾ അത് നമ്മളത് നെയ്യടയാണ്. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള നെയ്യടയാണ്. 2-3 മാസം വരെയൊന്നും ഒന്നും ആയില്ല കേട്ടോ. അതിന് കൂടുതലായെങ്കിൽ തേങ്ങയിലിട്ട് അങ്ങനെയല്ലേ. അപ്പോൾ അത് കുറേ നിൽക്കുമ്പോൾ അത് നിൽക്കില്ല. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇതുള്ളത്. അടിപൊളി അപ്പമാണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ആവശ്യമുള്ളവരെല്ലാം എനിക്ക് മെസ്സേജ് ഇട്ടോ, ഞാൻ നിങ്ങൾക്ക് എത്തിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാത്തരം അപ്പം ഉണ്ട് കേട്ടോ. നമ്മളിൽ പെരുന്നാളിൻ്റെ കാസർഗോഡ് പെരുന്നാൾ സ്പെഷ്യൽ എല്ലാത്തരം അപ്പം ഉണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത്. ഫുള്ളായിട്ട് കണ്ടെങ്കിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാവും. അപ്പം ഞാൻ 1 കിലോ വരെ പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ദോശ ചുടുന്ന അരിയില്ലേ, പച്ചരി, ഈ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് രാത്രി കുതിർത്ത് വെച്ചിട്ട് രാവിലെ അരക്കുന്നതാണ്. അത് മിക്സിയിലിട്ടിട്ട് നല്ല ഫൈനാക്കിയിട്ട് അരച്ചെടുക്കണം. കുറച്ച് ഉപ്പും മാത്രം കൂട്ടിയിട്ട്, നല്ലോണം വെള്ളമാക്കണ്ട. നമ്മൾ നെയ്പ്പത്തിലെല്ലാം ചുടുമ്പോൾ അരക്കുന്നില്ലേ, അങ്ങനെ കുറച്ച് തിക്നെസ്സിൽ അരച്ചിട്ട് നമ്മൾ പൊരിയപ്പത്തിൻ്റെ പണ്ടാക്കുന്നില്ലേ, പൊരിയപ്പത്തിൻ്റെ മസാല, അങ്ങനത്തെ മസാലയാണ് ഇതിലേക്ക് ഇടുന്നത്. ഇത് അരച്ചിട്ടായിട്ട് പച്ചരി അരച്ചിട്ട് പുതുക്കി വെക്കണം. പത്തലിനെല്ലാം പുതുക്കുന്നില്ലേ, ചൂടാക്കുന്നില്ല. അങ്ങനെ ചൂടാക്കിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് പ്രസ്സിലില്ലേ, പത്തൽ ചുടുന്ന പ്രസ്, അതിലിങ്ങനെ അമർത്തിയിട്ട് അതിലേക്ക് മസാല ഇട്ടിട്ട് ഇങ്ങനെ കവറാക്കിയിട്ട് വെക്കുന്നതാണ്. ഞാൻ ചെയ്യുന്നില്ല, ഇതുപോലെയാണ് ആക്കേണ്ടത് ഇത്. അപ്പോൾ ഇത് കുറച്ച് ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് റിസ്ക് ഉള്ള പണിയാണ്, കാരണം പൊട്ടിപ്പോവാതെ എല്ലാം നോക്കണം. പച്ചരിനെ ചൂടാക്കലാണ്. മിക്സിയിൽ അരച്ചിട്ട് വെച്ചിട്ട് പത്തൽ തവയിലിട്ടിട്ട് നല്ല പാങ്ങൽ ചൂടാക്കി എടുക്കലാണ്. അങ്ങനെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എല്ലാം വെക്കുക. അങ്ങനെ എന്നിട്ട് പത്തലിൻ്റെ പ്രസ്സില്ലേ, അതിലിട്ടിട്ട് പ്രസ്സാക്കിയതിന് ശേഷം ഈ നമ്മളെ ഉണ്ടാക്കി വെച്ച പണ്ടെന്നാണ് നമ്മളതിൽ പറയൽ, തേങ്ങയിലൊട്ടി വെച്ച പൊരിയപ്പത്തിനെ പണ്ടാക്കുന്നില്ല, അതുപോലെ ആക്കി വെച്ചതിന് ശേഷം ശർക്കര തേങ്ങയിലിട്ടിട്ട് നല്ല പാങ്ങലാക്കി വെച്ചതിന് അതിൽ പൊരി ഇടുന്നില്ല കേട്ടോ. നമ്മൾ പൊരിയപ്പത്തിന് പൊരി ഇടുന്നില്ലേ, ഇതിലേക്ക് പൊരി ഇടുന്നില്ല. അങ്ങനെ ചെറിയ ഫ്ലെയിമിൽ ഇത് എണ്ണയിൽ വറുത്ത് കോരിയെടുക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള അപ്പം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. ആവശ്യമുള്ളവർ ഉണ്ടാക്കി നോക്കുക. ആവശ്യമുള്ളവർ ഓർഡറും കൂടി ചെയ്യട്ടോ. അപ്പോൾ നല്ല അടിപൊളി അപ്പമാണ്. അപ്പോൾ ആർക്കും ഉണ്ടാക്കി വിൽക്കണമെന്ന് വെച്ചാൽ വിൽക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്ന അപ്പം ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. ആർക്കും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഓർഡർ ചെയ്തോ. 2 ദിവസത്തിനുള്ള എൻ്റെ സാധനം എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോട്ടെ, ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതാണ് ഞാൻ ഉണ്ടാക്കി വിൽക്കുന്ന നെയ്യട എന്ന് പറയും. ഇതിനെ നമ്മൾ കാസർഗോട്ടാർ നെയ്യട എന്നാണ് പറയൽ. കുറേ ആൾ മൈദയിലെല്ലാം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിന്, പക്ഷേ ഇത്ര ക്രിസ്പി ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഉണ്ടാക്കുന്ന ഈ ടേസ്റ്റ് ഒന്നും അതിനുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഓക്കെ, ബൈ ബൈ.